ഞാൻ ശ്രീരാജ്. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളാണെന്നുണ്ടെങ്കിൽ ഒരു പെപ്പർ സ്പ്രേയുടെ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. അത് ഉപയോഗിച്ച ആൾക്കാരുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്താൻ പറഞ്ഞിട്ട് ആരും രേഖപ്പെടുത്തിയില്ല. അപ്പം അത് ഉപയോഗിച്ച ആൾക്കാർ നമ്മുടെ കൂട്ടത്തിൽ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ പുതിയൊരു പ്രൊഡക്റ്റിലേക്കാണ് വരുന്നത്. ഇന്നാണെന്നുണ്ടെങ്കിൽ ഇന്നും അതുപോലെ ഒരു സെൽഫ് ഡിഫൻസ് ആയിട്ടും എല്ലാ നമ്മുടെ എല്ലാ നോർമൽ യൂസിലും എല്ലാം ഉപയോഗിക്കാൻ പാകത്തിനുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് പരിചയപ്പെടുന്നത് ഒരു ഇലക്ട്രിക് ലൈറ്റർ ആണ്. ഒരു ഗ്യാസ് ലൈറ്റർ ആയിട്ടും അല്ലാതെ നോർമലി പേപ്പറും തടിയും തുണിയും ഒക്കെ കത്തിക്കാൻ പറ്റുന്ന ഒക്കെ ഒരു റീചാർജബിൾ ലൈറ്റർ ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ പ്രൊഡക്റ്റ് ഇതാണ് വരുന്നത്, കാണാം. നമുക്ക് ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യാം. ഫസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്തൊരു ലൈറ്റർ വരുന്നുണ്ട്. പിന്നെ അതിന്റെ കൂടെ തന്നെ ഇത് ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു USB കേബിളും കൂടെ വരുന്നുണ്ട്. ഇത് V8 ചാർജർ ആണ് വരുന്നത്, V8 ചാർജിങ് കേബിൾ ആണ് വരുന്നത്. പിന്നെ ഇത് ചാർജ് തീരുമ്പോൾ നമുക്ക് മറ്റ് ലൈറ്ററുകളെ പോലെ പിന്നെ ഇത് നമുക്ക് ഉപേക്ഷിക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നുമില്ല. റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നത്, നമ്മുടെ മൊബൈലും പവർ ബാങ്കും ഒക്കെ ഉപയോഗിക്കുന്നതിൻ്റെ തൊട്ട് റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇതിന്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത്യാവശ്യം നല്ലൊരു ബ്ലാക്ക് ഫിനിഷ് വരുന്നുണ്ട്. ബ്ലാക്കും സിൽവറും ചേർന്നൊരു ഫിനിഷ് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ നമുക്ക് ഇവിടെ ആയിട്ട് തന്നെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു സ്വിച്ച് കാണുന്നുണ്ട്. അതിന്റെ തൊട്ട് മേളിൽ തന്നെ ഇതിന്റെ ഓൺ ഓഫ് ആയിട്ടുള്ള അടുത്തൊരു സ്വിച്ച് കൂടെ കാണുന്നുണ്ട്. പിന്നെ 4 ഇൻഡിക്കേഷൻ ലൈറ്റ് ഉണ്ട്. ചാർജിങ്ങിന്റെ അറിയാനായിട്ട് 4 ഇൻഡിക്കേഷൻ ലൈറ്റ് ഉണ്ട്. പിന്നെ സൈഡിലായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ചാർജ് ചെയ്യുന്ന പോർട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ എവിടെയെങ്കിലും തൂക്കിയിടാനും ഒക്കെ പാകത്തിന് ഒരു കുളത്ത് പോലൊരു ഇത് ബാക്കിൽ വരുന്നുണ്ട്. പിന്നെ ഏറ്റവും നമ്മുടെ എൻഡിലോട്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു സിൽവർ ഷെയ്ഡിൽ വരുന്ന ഇത് ഫ്ലെക്സിബിളും ആണ്. അത് നമുക്കിങ്ങനെ ഏത് റൊട്ടേഷനിൽ വേണേലും നമുക്കിത് മൂവ് ചെയ്ത് സൈഡിലോട്ടൊക്കെ വെക്കാൻ പറ്റും. അങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ഇതാണ്, ഒടിഞ്ഞു പോകാൻ കാര്യങ്ങളൊന്നുമില്ല. ഇതിന്റെ എൻഡിലായിട്ട് വരുന്ന ഒരു മെറ്റൽ ടിപ്പാണ് വരുന്നത്. നമുക്ക് ഈ എൻഡിലെ മെറ്റൽ ടിപ്പിൽ നിന്നാണ് നമുക്ക് പവറും കാര്യങ്ങളും എല്ലാം എത്തുന്ന ഈ എൻഡിലെ മെറ്റൽ ടിപ്പിൽ നിന്നാണ്. അപ്പം ഫസ്റ്റ് നമുക്കിത് ഓൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഞാൻ ഈ ബട്ടൺ ഓൺ ചെയ്യുവാണ്. ബട്ടൺ ഓൺ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, അവിടെ 3 ഇൻഡിക്കേഷൻ ലൈറ്റ് കത്തുന്നുണ്ട്. 3 അല്ല 4 ഇൻഡിക്കേഷൻ ലൈറ്റ് കത്തുന്നുണ്ട്. നമ്മുടെ ചാർജിന്റെ അനുസരിച്ചാണ് ഓരോ ഇൻഡിക്കേഷൻ ലൈറ്റ് കത്തുന്നത്. ചാർജ് കുറയുന്നതനുസരിച്ച് ഓരോ ഇൻഡിക്കേഷൻ ലൈറ്റ് ഓഫ് ആവും. അത് കഴിഞ്ഞിട്ട് ഇതാണ്ട് ഞാൻ ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുവാണ്. അത്യാവശ്യം നല്ല പവർ ഉണ്ട് കേട്ടോ. അത്യാവശ്യം തുണിയും മെറ്റലും എല്ലാം കത്തിക്കാൻ പാകത്തിനുള്ള ഒരു നല്ല പവർ തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് കത്തിക്കാനുള്ളവരൊന്നും ഞാൻ കാണുന്നില്ല, എന്നാലും അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളും ഉണ്ട്. കത്തിക്കാനായിട്ടുള്ള ഒരു പേപ്പർ നമുക്കെടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ പേപ്പറാണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കാം എന്തോ ആകുമോ എന്തോ. നല്ല രീതിയിൽ കത്തുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല പെട്ടെന്ന് കത്തുന്നുണ്ട് കേട്ടോ. അയ്യോ സ്റ്റാർട്ട് ചെയ്യാവൂ. ഓക്കെ, അപ്പം നമുക്ക് ഇതിന്റെ ഒരു ചെറിയ ഡെമോ നമുക്ക് കാണാൻ പറ്റും. ഇത് ഉപയോഗിച്ച് നമുക്ക് അത്യാവശ്യം തുണി, തടി, പിന്നെ ഗ്യാസ് എല്ലാം കത്തിക്കാൻ നമുക്ക് ഇത് ഉപയോഗിച്ച് പറ്റും. ചാർജ് തീരുന്നതിനനുസരിച്ച് റീചാർജ് ചെയ്ത് ഉപയോഗിച്ചാൽ മതി. അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റും കൂടാ. നമുക്കിതിൽ അത്യാവശ്യം മാർക്കറ്റുകളിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല. നമുക്ക് ഓൺലൈനുകളിലാണ് ഏറ്റവും കൂടുതൽ കണ്ടത്. മറ്റു ഷോപ്പുകളിൽ നിന്ന് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ അങ്ങനെ ഞാൻ ഇതുവരെ അങ്ങനെ മറ്റു ഷോപ്പുകളിലൊന്നും ഈ പ്രൊഡക്റ്റ് അങ്ങനെ അവൈലബിൾ ആയിട്ട് കണ്ടിട്ടില്ല. ഓൺലൈനിലാണ് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ട് ഇത് കാണുന്നത്. ഓൺലൈനിലൊക്കെ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ പല പ്രൈസ് റേഞ്ചുകളിൽ പല പ്രൊഡക്റ്റുകൾ ഇതിൻ്റെ കാണാൻ പറ്റും. പിന്നെ അത്യാവശ്യം നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടാ. നമുക്ക് സെൽഫ് ഡിഫൻസിന് വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ്. കാരണം ഇതിന്റെ നിപ്പിൽ നിന്ന് വരുന്ന ഇലക്ട്രിക് ഫയർ ആണ്. ആ ഒരു ഇലക്ട്രിക്കലിന്റെ ഇത് വരുന്നത് നല്ല ഹൈ പവർ തന്നെയാണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഇത് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചോണ്ട് വല്ലതും അടിക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഈ പ്ലഗിൽ നിന്നൊക്കെ കിട്ടുന്നതിനോട്ട് നല്ല രീതിയിലുള്ള ഒരു ഷോക്ക് തന്നെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പാകത്തിനൊരു പ്രൊഡക്റ്റ് അല്ല ഇത്. അത് ഞാൻ പ്രത്യേകം പറയാം. ഒരു 15 വയസ്സ് താഴോട്ടുള്ള കുട്ടികൾക്ക് ഒരു കാരണവശാലും യൂസ് ചെയ്യാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഒരു കാരണവശാലും കൊടുക്കരുത്. കാരണം ഇൻ കേസ് അവർ അദ്ദേഹത്ത് വല്ലതും ഇത് അടിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഷോക്ക് കിട്ടും. നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ കൂട്ടല്ല. അതുപോലെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടാണ്. ഒരു സെൽഫ് ഡിഫൻസിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ കരുതാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അതിൽ നമ്മളെ
നമ്മൾ ഉപദ്രവിക്കാനോ വല്ലതും വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്തൊരു കുത്തു കൊടുത്താൽ മതി അല്ല. അപ്പം അതുപോലുള്ള ഒരു നല്ലൊരു പ്രൊഡക്റ്റ് കൂടാണ്. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക്, കമന്റ്, ഷെയറും സബ്സ്ക്രൈബും ചെയ്യും. അപ്പം താങ്ക് യു ഗൈസ്.